മോനെ, രാവിലെ തന്നെ അവളുമാരെ ഇവിടുന്ന് പുറത്താക്കണം. അവളുമാര് പോയില്ലെങ്കിലും. എന്തൊരു കള്ളൊക്കെ അവര് പറയുന്നത്. അകത്ത് ആള് കേറി നിറഞ്ഞിട്ട് ഞാൻ ഉണ്ണിയേട്ടനെ അപ്പച്ചിയും വിളിക്കാതെ ആദ്യ കേറി ഇവിടെ നിക്കുമായിരുന്നു. ഉണ്ണിയേട്ടൻ എഴുന്നേറ്റ് വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊന്നും പറയത്തില്ലായിരുന്നു. അവസാനം പിടിക്കപ്പെട്ടപ്പോ കഥകൾ മാറിയത് കണ്ടോ? എന്നെ കാണാൻ ആള് വന്നെന്ന്. പോട്ടടി, ഇനി തീരുമാനം മാറ്റില്ലമ്മേ. പുകഞ്ഞ കൊള്ളികൾ പുറത്ത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി മോളെ. അവളുമാരെ കൊണ്ടുള്ള ശല്യം നാളെ കൊണ്ട് തീരുമല്ലോ. മോള് സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇറങ്ങിപ്പോവാൻ പറഞ്ഞിരിക്കാ ഉണ്ണിയേട്ടൻ. ഇനി ഇവിടെ നിക്കണോ ഏടത്തി? ഒരിക്കലും വേണ്ട. നമ്മൾ ഇതുപോലൊരു വലിയ വീട്ടിലാ കഴിഞ്ഞതെങ്കിലും കഷ്ടപ്പെട്ട് തന്നെയാ ജീവിച്ചത്, നന്നായിട്ട് പണിയെടുത്തിട്ട്. അതുകൊണ്ട് ഇനി എവിടെ പോയാലും നമുക്ക് ജീവിക്കാം. എവിടെയായാലും ഇതിനേക്കാൾ മനസമാധാനം കിട്ടുമോളെ. ആ ദീപേട്ടൻ തന്നെയായിരിക്കും വന്നത് അല്ലേ ഏടത്തി? അല്ലാതെ ആര് വരാനാ? ഭർത്താവിനെ ഉറക്കി കിടത്തിട്ടാ അവൾ അയാളുടെ അടുത്തേക്ക് പോകുന്നത്. എന്നിട്ട് മെയിൻ സ്വിച്ച് ഓഫാക്കി. ആ പഴി മുഴുവൻ എനിക്കും. ഈ മാസം 25ഓടെ മിക്കവാറും എല്ലാം ഉണ്ണിയേട്ടനെ അറിഞ്ഞു കഴിയും. ദീപേട്ടനും അതൊക്കെ മനസ്സിൽ കണ്ടോണ്ടാ ഈ നാടകം കളിക്കുന്നത്. നാളെ നേരം പുലരുമ്പോ അമ്മ അയൽക്കാരോടും നാട്ടുകാരോടും ഒക്കെ പറഞ്ഞു നടക്കും, പപ്പേട്ടൻ രാത്രിയിൽ എന്നെ കാണാൻ വരുന്നുണ്ടെന്ന്. അത് പുതുമയുള്ള കാര്യമല്ലല്ലോ ഏടത്തി. ഇതിനോടകം തന്നെ അമ്മ എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി കണ്ണേട്ടനും ഈ സംഭവം അറിയാതിരിക്കില്ല. കണ്ണേട്ടനറിഞ്ഞ ഒന്നും സംഭവിക്കില്ല. ഇത് പോയി പറയുന്നവരെ ആട്ടിവിടും. എന്നെ വിശ്വസിക്കുന്നത് പോലെ കണ്ണേട്ടൻ പപ്പേട്ടനെയും വിശ്വസിക്കുന്നുണ്ട്. പഠിക്കാനായിട്ട് പോകുമ്പോ 1 മാസത്തേക്കുള്ള അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെയാ ഏട്ടത്തെ ഉണ്ണിയേട്ടന് തയ്യാറാക്കി കൊടുത്തിരുന്നത്. ചെയ്തതിന്റെ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. അതേപ്പറ്റി ചിന്തിച്ചിട്ടും കാര്യമില്ല. അവനിവിടെ വന്നു കഴിഞ്ഞാ അവന്റെ ഇഷ്ടങ്ങൾ മാത്രമല്ലേ നമ്മൾ നോക്കാറുള്ളൂ. കറികൾക്ക് ഇത്തിരി രുചി വ്യത്യാസം വന്നാ അത് മനസ്സിലാക്കിയിട്ട് ആദ്യം വഴക്ക് പറയുന്നത് കണ്ണേട്ടനായിരുന്നു എന്നെ. വല്ലപ്പോഴും അവധിക്ക് വരുന്നതാ, പിന്നെ മനസ്സറിഞ്ഞ് ഉണ്ടാക്കി കൊടുത്തുവിടടി എന്നായിരുന്നു ചോദ്യം. എല്ലാം മറക്കുന്നവര് അതൊന്നും ഓർത്തിരിക്കത്തില്ലല്ലോ. ആ ഏട്ടനെ പോലും അവൻ മറന്ന മട്ട, പിന്നെ നമ്മുടെ കാര്യം പറയണോ? മോള് ലൈറ്റ് അണയ്ക്ക്, കിടക്കാം. രാവിലെ പോണ്ടതല്ലേ? എനിക്കും ഇത്തരം സ്വഭാവക്കാരിവിടെ നിൽക്കുന്നതിലേ താല്പര്യമില്ല ഉണ്ണിയേട്ടാ. എങ്കിലും കണ്ണേട്ടൻ അറിയുമ്പോ ഇതെങ്ങനെ കാണുമെന്ന് അറിയില്ല. എങ്ങനെ കാണാനാ? സ്വന്തം ഭാര്യ അന്യ ആണുങ്ങളെ വീട്ടിൽ വിളിച്ചു കയറ്റുന്നതേ ഏട്ടൻ പ്രോത്സാഹിപ്പിക്കോ? അത് പോയി പറയാൻ തന്നെ അറപ്പുണ്ട്. ഒരു 10-11 മണി ആയപ്പോ തൊട്ടേ തട്ടലും മുട്ടലും ഒക്കെ കേക്കുവാ. കൊറേ സമയം ഉണർന്നിരുന്നു. പിന്നെ ഞാൻ ടോർച്ചടിക്കുന്ന കണ്ടത്. പിന്നെ വാതിൽ തുറന്നവര് അയാൾ അകത്ത് കയറ്റിയിട്ടുണ്ടാവും. ഉണ്ണിയേട്ടൻ ഉണർന്നു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് എന്റെ മനസ്സിൽ തന്നെ വെച്ചേനെ. അമ്മയെ പോലെ സ്നേഹിച്ച സ്ത്രീയാ ഒരുമാതിരി 4ാംകിട സ്ത്രീകളെ പോലെ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഏട്ടന്റെ മുഖം ഓർക്കുമ്പോ അവരെ കൊല്ലാൻ തോന്നുക. അവരുടെ മനസ്സ് നല്ലതല്ലാത്തോണ്ടാ കണ്ണേട്ടന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. എനിക്ക് ഓർക്കാൻ പോലും വയ്യ. എന്നാലും അവരുടെ ധൈര്യാപാര ധൈര്യം തന്നെ. നാളെ കൊണ്ട് എല്ലാം അവസാനിക്കുമല്ലോ എന്ന് താർപ്പിച്ച് പറയാൻ പറ്റുമോ? നാളെ ഉണ്ടെങ്കിൽ പോടി, അല്ലെങ്കിൽ പോവാൻ പറയും. ഇനി കോംപ്രമൈസ് ഒന്നുമില്ല. പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ നീയും അമ്മയും കൂടി അവരെ പുറത്താക്കിയേക്കണം. ഞാനും തന്നെയല്ല, പോന്നവര് പോട്ടെ. പിന്നെ അവര് പോയില്ലെങ്കിൽ തൽക്കാലം ഞാൻ വീട് മാറും. എന്റെ വീട്ടിൽ പോയി താമസിക്കും. അവർക്കൊപ്പം ഇനി ഞാനില്ല. ഇത് നിന്റെ വീടാണ്, നിന്റെ പേരിലുള്ള വീട്. ഇവിടെ നിന്ന് നീ എന്തിനാ ഇറങ്ങി പോകുന്നത്? അവിടെ എന്റെ പപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ. അവർക്ക് ഞാൻ അധികം പറ്റുന്നാവൂല. പിന്നെ അടിയും വഴക്കും കൂടാതെ സമാധാനമായിട്ട് അവിടെ കഴിയുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ ഞാനും അങ്ങോട്ട് വരാം. എനിക്കും വയ്യ ആ സാധനങ്ങൾക്കൊപ്പം ഇവിടെ കഴിയാൻ. എല്ലാവരും അങ്ങ് ഇറങ്ങിക്കൊടുത്താൽ സൗകര്യമായല്ലോ.
ആരെ വേണമെങ്കിലും വീട്ടിലേക്ക് ക്ഷണിക്കാലോ. ആ, സത്യത്തിൽ തല പെരുക്കുന്നു. ഇങ്ങനെയൊന്നും കഴിഞ്ഞിരുന്ന വീടല്ല ഇത്. ഏട്ടനുള്ളപ്പോ അന്യ ആണുങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങാത്ത ആൾക്കാരായിരുന്നു. ഇപ്പൊ ആരെയും പേടിയില്ലാതായി, എങ്ങനെയും ജീവിക്കാനായി. ഇനി ഇതും പറഞ്ഞ് ആ പപ്പനോട് ഉടക്കാനൊന്നും പോണ്ട. അയാളെ ചോദ്യം ചെയ്യാനും പോണ്ട. നാളെ രണ്ടും പടി ഇറങ്ങി പോവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണേട്ടന്റെ കൂടെ ജീവിച്ചപ്പോ ഇത്രയും നല്ലൊരു സ്ത്രീ ഇല്ലെന്നാ കരുതിയത്. ആ സമയത്ത് കണ്ണേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഏതു നേരവും. അപ്പോഴും അവരുടെ മനസ്സിൽ അയാളുടെ ഇഷ്ടം കാണുമായിരിക്കും. ഏട്ടൻ അറിയാതെ അയാളെ സ്നേഹിച്ചിട്ടുണ്ടാവും. ഇനി കണ്ണേട്ടനെ ഉറക്കി കിടത്തിയിട്ടേ അവര് മുറി വിട്ട് പോയിട്ടില്ലെന്ന് ആര് കണ്ടു? കഴിക്ക്. കണ്ണേട്ടന്റെ പിന്നാലെ ഞങ്ങളും പോവുകയായി. കാർത്തു, നമ്മൾ വളർത്തിയതല്ലേ അടുത്തി, അതുകൊണ്ട് പിരിയാനൊരു വിഷമം. ഇനി നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റില്ലല്ലോ. മോളെ ഒരുക്കി എടുത്തി. മോള് സന്തോഷത്തിലാ, യാത്ര പോകുന്നതിന്റെ സന്തോഷത്തില്. പാവം, അതിനൊന്നും അറിയില്ലല്ലോ. പപ്പേട്ടനോട് പറയണോ പോകുന്ന കാര്യം? ഒന്നും വേണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കില്ല. നമ്മളെ പപ്പേട്ടൻ വീട്ടിലേക്ക് ക്ഷണിക്കും, അല്ലെങ്കിൽ സഹായമായിട്ട് കൂടെ നിൽക്കും. അത് മതി. പിന്നെ നയനയുമായ ഒരു കലഹത്തിന് നമുക്ക് ആരും ശല്യം ചെയ്യണ്ട മോളെ. പ്രത്യേകിച്ച് നമ്മളെ സ്നേഹിക്കുന്നവര്. എല്ലാം അറിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോവാം. മുന്നറിയിപ്പില്ലാതെ ചെന്നാ പ്രശ്നമാവോ? മോക്കറിയാലോ, എനിക്കൂടെ അവകാശപ്പെട്ട വീടായിരുന്നു. കണ്ണേട്ടൻ പറഞ്ഞപ്പോ എല്ലാം എഴുതി ചേച്ചിയുടെ പേരിൽ കൊടുത്തു. എന്ന് കരുതി ഒരു ആപത്ത് വരുമ്പോ സഹായിക്കണ്ടേ? അതല്ലേ മര്യാദ? രാവിലെ അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നു. നമ്മുടെ മനസ്സ് മാറല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാ വന്നിരിക്കുന്നത്. നമ്മൾ പോണെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മയാണല്ലോ. സന്തോഷിക്കട്ടെ മോളെ, എല്ലാവരും സന്തോഷിക്കട്ടെ. കണ്ണേട്ടൻ ജയിലിലേക്ക് പോയപ്പോ തന്നെ നമ്മുടെ ഈ വീട്ടിലെ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നെ കടിച്ചു തൂങ്ങിയത് കാർത്തുവിനും നന്ദനമോൾക്കും വേണ്ടിയാ. ഇങ്ങനെ വിഷമിക്കല്ലേ അടുത്തി? 2 പെൺകുട്ടികളെയും കൊണ്ടല്ലേ ഞാൻ പോകുന്നത്. അതിന്റെ മനപ്രയാസം കാണാതിരിക്കൂ. പോകുന്ന വഴിയില് എന്നെ ഏതെങ്കിലും അനാഥാലയത്തിലോ ആശ്രമത്തിലോ ആക്കാൻ ഞാൻ പറഞ്ഞല്ലോ അടുത്തി. മോളില്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടോ മോളെ? അങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കാനല്ല മോളെ കണ്ണേട്ടൻ എന്നെ ഏൽപ്പിച്ചത്. ഇനി കൂടുതൽ സമയമൊന്നും കളയാൻ നിൽക്കണ്ട. കാത്തിരിക്കുന്നവരോട് യാത്ര പറഞ്ഞിട്ട് പോവാം. വാ. ഞങ്ങള് പോട്ടെ. ഇനി ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. കുറുമ്പൊന്നും കാട്ടരുത് കേട്ടോ.
ഞാൻ പോയിട്ടോ. ആ രാവിലെ ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിക്കാതെ പോവാണോ? ഇനി രാവിലെ എനിക്ക് കാപ്പി വേണ്ട. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പാൽപ്പായസം കുടിച്ച പോലാണല്ലോ. ഇനി വീട്ടുകാരെ അറിയിച്ചൂടെ? അവര് വരുത്തിക്കൂടെ? അതിന് കാർത്തു പറയണം. ഓ ഈ കൊച്ചിന് ഇത് കുറച്ച് നേരത്തെ ആകായിരുന്നു. എങ്കിൽ ഇത്രയും ദിവസം പ്രേമിച്ചടക്കായിരുന്നു. ആദ്യമായി പ്രേമിക്കുന്നതിന്റെ പ്രകടനങ്ങളാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മഞ്ഞളൊക്കെ മുഖത്തരച്ച് കുളിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് പുറത്തുപോയി വെയിലുള്ളതുകൊണ്ട് ഗ്ലാമർ കുറച്ച് കുറഞ്ഞു. ഞാനൊന്ന് കറുത്തിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്കൊരു ബ്യൂട്ടി പാർലറിൽ പോയാലോ? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് ഒന്നും എനിക്ക് വേണ്ട. നാച്ചുറൽ ബ്യൂട്ടി മതി. കാരണം ഞാൻ കെട്ടാൻ പോകുന്നത് അത് ഒരുപാടുള്ള പെൺകുട്ടിയെ, നാടിന്റെ സൗന്ദര്യവും മണമൊക്കെ ഉള്ളൊരു കുട്ടിയെ. പ്രേമ അസ്ഥയ്ക്ക് പിടിക്കണ്ട. പിന്നീട് നടക്കാതെ വന്നാലേ താടിയുടെ നീളം കൂടും. അയാൾ എവിടെ പോയാലും ഞാൻ വിടില്ല. എന്റേതെന്ന് ഉറപ്പിച്ചവളെ എന്റേതാക്കും. പ്രണയപ്പനി എനിക്ക് മാത്രമല്ല, കാർത്തൂനുണ്ട്. നിന്റെ പനിയൊക്കെ കഴിഞ്ഞ് നിന്നെ കാണാൻ അവളും അവളെ കാണാൻ നീയും എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്ന് ആ അമ്പലത്തിലെ ദേവിക്കറിയാം. എന്നാ ദേവിയുടെ മുമ്പിൽ വെച്ചായിരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ച. ആ കടം വീട്ടണം. ഇന്ന് ദേവിയെ സാക്ഷിയാക്കി എനിക്ക് കാർത്തൂനോട് സംസാരിക്കണം. ഞങ്ങളുടെ കല്യാണ കാര്യത്തെ പറ്റി തന്നെയാ. ഓ ദേ കാർത്തു വരുവോടെ? എന്നെ പോലെ തന്നെ ഇപ്പൊ കാർത്തൂനും എന്നെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. ഞാൻ വരണ്ടല്ലോ? തൽക്കാലം വേണ്ട. ഇത്രയും ദിവസം ഞങ്ങൾ മാത്രമല്ല അമ്പലത്തിൽ വെച്ച് മീറ്റ് ചെയ്തത്. എങ്ങനെണ്ടാ? കുഴപ്പമില്ലല്ലോ. പതിവിലും കൂടുതൽ മേക്കപ്പ് അല്ലേ, പിന്നെ മോശാവൂ? അവക്ക് ഇഷ്ടപ്പെട്ട വേഷം ഏതാന്ന് ചോദിച്ചില്ല. ഇനി എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ കൃഷിക്കാരനായ കണ്ണന്റെ ബന്ധുവാകാൻ പോകുന്ന കൃഷി ഓഫീസർ. അല്ലെങ്കിലും അങ്ങനെ വേണമല്ലോ. ഞാൻ ചെന്ന് ചേരേണ്ട സ്ഥലത്ത് തന്നെ ചെന്നിരിക്കുന്നത്. ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള അമ്മയുടെ പരാതി ഉടനെ അങ്ങ് തീരും. പോയിട്ട് കേടാ. അവിടെ ചെന്നിട്ട് എന്നെ വേറെ സ്കൂളിലാക്കും അമ്മ. ഇപ്പൊ സ്കൂളൊന്നും ഇല്ലല്ലോ മോളെ. വീട്ടിലിരുന്ന് നമുക്ക് പഠിക്കാം. ഇറങ്ങാറായില്ലേ ഇതുവരെ? എല്ലാം എടുത്തു വെക്കുന്നതൊക്കെ കൊള്ളാം. ഓരോന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയേക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രം എടുക്കാനുള്ളൂ, അല്ലാതൊന്നുമില്ല. പിന്നെ എന്തിനാ ഈ താങ്ങി തൂങ്ങി നിൽക്കുന്നത്? പെട്ടെന്ന് ഇറങ്ങിക്കൂടെ? ഞങ്ങൾ ഇവിടുന്ന് പോവാ. പിന്നെ ഇനി ഞങ്ങളെ കൊണ്ടുള്ള ശല്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ധൃതി കൂട്ടണോ അമ്മേ? അല്ല, ഇവിടെ കുറച്ചു സമയം കൂടെ പിടിച്ചു നിന്നിട്ട് ആരെങ്കിലും പോകണ്ടെന്ന് പറയുമെന്ന് കരുതിയിട്ടാണെങ്കിൽ തെറ്റി. ഉണ്ണിക്ക, നീയൊക്കെ ഇപ്പൊ പുറത്തു പോകണമെന്ന് എന്നെക്കാളും ആഗ്രഹം. ഞങ്ങള് പോയെന്ന് കരുതി ഇന്നലത്തെ സംഭവം ഇനി ഉണ്ടാവില്ലെന്ന് കരുതണ്ട. യഥാർത്ഥ തെറ്റുകാരി വീടിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീടിനകത്ത് ആള് കയറിന്ന് വരും. നടക്കാൻ പോകുന്നതിനെ പറ്റി എന്തിനാ മോളെ പറയുന്നത്? എല്ലാവരും സ്വന്തം അനുഭവത്തിലൂടെ പഠിക്കൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീയൊക്കെ പഠിപ്പിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് പോകാൻ നോക്ക്. ഇവിടെ നിന്ന് ഇറങ്ങിയാലും വിളിച്ചോണ്ട് പോകാൻ ആളുകളുണ്ടല്ലോ. വാടകയ്ക്ക് ഒരു വീടൊക്കെ എടുത്തു തന്ന് രണ്ടിനെയും കൂടെ താമസിപ്പിക്കാം. അമ്മ പറഞ്ഞത് ശരിയാ. ഈ നാട്ടില് കുറെ നല്ല ആൾക്കാരുണ്ട്. കണ്ണേട്ടിനെ സ്വന്തം ഒന്ന് കരുതി സ്നേഹിക്കുന്നവര്. അവരൊക്കെ ഞങ്ങൾക്ക് ചിലപ്പോ ജീവിക്കാനുള്ള ചുറ്റുപാട് ഒരുക്കി തന്നിരിക്കും. എന്നാൽ ആരെയും കാണാനോ ശല്യം ചെയ്യാനോ ഞങ്ങൾ നിൽക്കുന്നില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെയാ പോകുന്നത്. അത് കൊള്ളാം, അത് കൊള്ളാം. നിന്റെ വീട്ടുകാരെ കോടീശ്വര പ്രഭുക്കളായതുകൊണ്ട് അവിടെ അല്ലലില്ലാതെ അങ്ങ് കഴിയാം. എന്നാ പിന്നെ കണ്ണൻ ജയിലിൽ പോയപ്പോ അത് ചെയ്യാതിരുന്നത് എന്താ? കഴിഞ്ഞ ഓണത്തിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ പോവാനിരുന്നതല്ലേ. എന്നിട്ട് വിജിത തന്നെയല്ലേ പോവണ്ടെന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തിയത്. അത് മോക്ക് പറ്റിയ തെറ്റ് ഇപ്പോഴാവുക്ക് മനസ്സിലായത്. എടി, നീയൊക്കെ എവിടെ പോയാലും അധിക ദിവസം അവിടെ വാഴില്ല.
ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്. ഇവിടെയുള്ളവരൊക്കെ ചത്തുപോയി എന്ന് കരുതി അങ്ങ് ജീവിച്ചോണം. കണ്ണനെ ഞങ്ങള് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്താ കണ്ണേട്ടനോട് നിങ്ങൾ പറയാൻ പോകുന്നത്? പപ്പേട്ടനുമായുള്ള തെറ്റായ ബന്ധമുള്ളത് കൊണ്ടാണ് ഞങ്ങളെ പുറത്താക്കിയതെന്ന്. അമ്മ അതിന് എത്ര തെളിവുകൾ നിരത്തിയാലും എന്റെ കണ്ണേട്ടനറിയാം ഞാൻ ആരാണെന്ന്. ഞങ്ങൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. അബദ്ധം കാണിച്ചത് കണ്ണേട്ടൻ തന്നെയാ. അധ്വാനിച്ചതിന്റെ പകുതി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കിപ്പോ താമസിക്കാൻ ഒരു കൂരെങ്കിലും കണ്ടേനെ. അവിടെ ഉണ്ണിയുടെ പഠിത്തവും അവന്റെ ഉയർച്ചയും മാത്രമേ എന്റെ കണ്ണേട്ടൻ സ്വപ്നം കണ്ടിട്ടുള്ളൂ. ഇങ്ങനൊരു ദിവസത്തെ പറ്റി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നീയൊക്കെ ഭാഗ്യം കെട്ട ജന്മങ്ങളാടി. നിന്റെ ഒന്നും സ്വഭാവം ശരിയല്ല, അത് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതൊക്കെ അവൻ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അവന്റെ നാശത്തിന്. മോളെ ഇവിടെ നിൽക്കുന്നോ? ഇല്ല, മുത്തശ്ശി ദുഷ്ടയാ. ആ, അങ്ങനെ തന്നെയാ അമ്മയെ ഈ അനാഥയും കൂടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ കേട്ടോ, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. പോകുന്ന സമയത്ത് വഴക്കൊന്നും വേണ്ട അടുത്തി. ഒന്നും എടുക്കണ്ടെന്നാ പറഞ്ഞത്. എന്നാലും പൂജാമുറിന്ന് എനിക്ക് കൃഷ്ണഭഗവാന്റെ ഒരു പടം എടുക്കണം. അത് കണ്ണേട്ടൻ എനിക്ക് മേടിച്ചു തന്നതാ. അച്ഛൻ വരുമ്പോ നമ്മള് തിരിച്ചു വരുമോ അമ്മേ? ഇല്ലാന്ന് പറഞ്ഞില്ല മോളെ, നമ്മൾ ഇനി ഇങ്ങോട്ട് വരത്തില്ല. ഞാൻ പോവാട്ടോ. ഇനി മാല കെട്ടിയിടാനും വിളക്ക് കൊളുത്താനും ഞാനില്ല. അല്ലെങ്കിലും ഞാനൊരു ഭാഗ്യം കെട്ട പെണ്ണാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇനി അതൊന്നും ചെയ്യാൻ ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചത്. പോവുക. ഒന്നും എടുക്കാനില്ല. എങ്കിലും കണ്ണേട്ടൻ എനിക്ക് വാങ്ങിത്തന്ന ഭഗവാന്റെ ഫോട്ടോ ഞാൻ കൊണ്ടുപോവാ. ഇന്ന മോളെ ഇട്ടോ. ഇറങ്ങാറായില്ലേ മോളെ? വൈകും തോറും നമ്മൾ തീരുമാനം മാറ്റി ഇവിടെ നിൽക്കാൻ പറയുമെന്ന അവളുമാരുടെ വിചാരം. ഇറങ്ങുമല്ലേ? ഉണ്ണി ഒന്ന് കാണുമായിരുന്നു. എന്തിനാ എന്നെ കാണാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് പൊയ്ക്കൂടെ? കണ്ടു കഴിഞ്ഞല്ലോ, ഉണ്ണിയുടെ വായിലിരിക്കുന്നതും കേട്ടല്ലോ. ഇനി പോയിക്കൂടെ?
ഞങ്ങൾക്കിനി ഒന്നും പറയാനില്ല ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടൻ മനസമാധാനത്തോടെ ജീവിക്ക്. മോളെ ഇത് കയ്യിൽ വെച്ചോ. വേണ്ട, ഈ പണം കൊണ്ട് ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടാൻ പറ്റില്ലല്ലോ. ഒരു ഉപകാരം ചെയ്യണം. ആരും കണ്ണേട്ടനോട് ഈ വിവരം പറയരുത്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് എന്റെ ഏട്ടൻ വിശ്വസിച്ചോട്ടെ. ഇവളും പപ്പനുമായിട്ടുള്ള ബന്ധം കണ്ണൻ അറിയണ്ടെന്ന് ഇവള് പറഞ്ഞോണ്ട് വരും. പടിയിറങ്ങി പോകുന്ന നേരത്തെങ്കിലും അമ്മയ്ക്ക് നല്ലത് പറഞ്ഞൂടെ? എന്തെങ്കിലും പറയാനാണെങ്കിൽ അത് ഞങ്ങൾക്കേ പറയാനുള്ളൂ. തൽക്കാലം അതിന് മുതിരുന്നില്ല. നിനക്ക് പവിത്രയെടുത്തിയെക്കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കാം, അത് പാടി നടക്കാം. എന്നാ മറ്റുള്ളവരുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ ഞങ്ങൾ കണ്ടതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാ ഈ വീട് വിട്ടു പോകുന്നത്. പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോടി.